യേശുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സുവിശേഷം വരുവാനുള്ള മഹാസന്തോഷത്തിൻ്റെ വാർത്തയാണ്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. സുവിശേഷം അതാണ്, ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. The future, not according to our previous deeds or curse, but according to our dedication and holiness. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിന്, പ്രവൃത്തികൾക്ക് ഒത്തവണ്ണമുള്ളതായ ഒരു ഭാവി കാലമല്ല. നമ്മുടെ മേലുള്ളതായ ശാപത്തിനും പ്രാക്കിനും ഒത്തവണ്ണമുള്ളതായ ഒരു ഭാവി കാലമല്ല. നാം എടുക്കാൻ പോകുന്ന, നാം എടുത്തിട്ടുള്ള സമർപ്പണത്തിനും നമ്മുടെ വിശുദ്ധിക്കും ചേർന്നതായ ഭാവിയിൽ വരാൻ പോകുന്ന വലിയ സന്തോഷത്തിൻ്റെ വാർത്തയാണ് സുവിശേഷം എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ, വേദനയും അതിവേദനയുമുള്ള ഈ ലോക ജീവിതത്തിനും മരണത്തിനും അപ്പുറം ഒരാശ്വാസ തീരമുണ്ട്. അതാണ് സുവിശേഷം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്തോഷ വർത്തമാനം. ഇസ്രായേൽ പാളയം സമാഗമന കൂടാരത്തിൻ്റെ കിഴക്ക് വശത്തായിട്ട് പ്രത്യേക ഗോത്രങ്ങൾ, 3 ഗോത്രങ്ങൾ. ഇസ്രായേൽ പാളയം പുറപ്പെടുന്നത് എങ്ങനെയാണെന്നെല്ലാം സംഖ്യാപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആദ്യം സൂര്യനഭിമുഖമായിട്ട് വാർത്ത യഹൂദാ ഗോത്രം, അതിൻ്റെ പുറകെ ഇസ്സാഖാർ ഗോത്രവും, അതിൻ്റെ പുറകെ സെബൂലൻ ഗോത്രവും, അതിൻ്റെ പുറകെ തെക്കുവശത്ത് പാർത്ത രൂബേൻ ഗോത്രവും ആശേർ ഗോത്രവുമെല്ലാം, ഗാദ് ഗോത്രം, പിന്നീട് യാക്കോബിൻ്റെ ഭാര്യ സാറായുടെ മക്കളാകുന്ന എഫ്രൈമും മനശ്ശെയും ബെന്യാമീൻ ഗോത്രം, അതിൻ്റെയും പുറകെ ദാൻ ഗോത്രം, ആശേർ നഫ്താലി ഗോത്രം. ഇസ്രായേലേ, നിൻ്റെ പാളയം എത്ര മനോഹരം! 12 കൊടികളോടുകൂടെ 12 ഗോത്രങ്ങൾ യാത്ര ചെയ്തു പോകുന്നു. ഓരോ ഗോത്രത്തിനും അതാതിൻ്റെ കൊടികളുണ്ട്. കൊടികളോടുകൂടെ എല്ലാ ഗോത്രവും യാത്ര ചെയ്യുന്നു. 40 വർഷത്തെ ആ മരുഭൂമി യാത്രയ്ക്കിടയിൽ ഒരിക്കലും ആ ചട്ടത്തിന് വ്യത്യാസം വന്നില്ല. ആരാണ് മുമ്പിൽ, ആരാണ് പുറകിൽ, അതിൻ്റെ പുറകിൽ ആരാണ്, അതിൻ്റെ പുറകിൽ ആരാണ്, അതിൻ്റെ പുറകിൽ ആരാണ്, അതിൻ്റെ പുറകിൽ ആരാണ്, ഒരു വ്യത്യാസവുമില്ല. എല്ലാം ദൈവം നിശ്ചയിച്ച പോലെ തന്നെ അതാത് ഗോത്രം അതാതിൻ്റെ ക്രമീകരണത്തിൽ പോയി. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുമ്പോൾ അതാണ് അതിൻ്റെ. ആരും ആരേക്കാൾ മുമ്പരല്ല. അവർ പോകുന്ന യാത്രയ്ക്ക് അതിൻ്റെ പൊസിഷനനുസരിച്ച്, മുമ്പിൽ ആരാണെന്നുള്ളതനുസരിച്ച് അവർക്ക് കൂടുതൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ടല്ല. ദൈവം ക്രമീകരിച്ചതനുസരിച്ച്, ദൈവം നിശ്ചയിച്ചതനുസരിച്ച് ഓരോരുത്തരും അവരവരുടെ ചുമതലകൾ, അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരിൽ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ ക്രമീകരണമനുസരിച്ച് ഓരോ ഗോത്രവും യാത്ര ചെയ്തപ്പോൾ അത് അതിമനോഹരമെന്ന് പിൽക്കാലത്ത് മോശ പാടുന്നുണ്ടല്ലോ. ഇസ്രായേലേ, നിൻ്റെ ഗോത്രങ്ങൾ, നിൻ്റെ യാത്ര എത്ര മനോഹരം! പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ക്രമപ്രകാരം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം എല്ലാം നടക്കുമ്പോൾ എല്ലാം അതിമനോഹരമായിരിക്കും. ഒരു സഭയായാലും കൊള്ളാം, ഒരു കൂട്ടായ്മയായാലും കൊള്ളാം, ഒരു കുടുംബമായാലും കൊള്ളാം, എല്ലാം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കുമ്പോൾ അത് ഏറ്റവും മനോഹരമായിരിക്കും. ദേവാലയം പണി കഴിഞ്ഞ് ശലോമോൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവിടെ വന്ന് ജനം പ്രാർത്ഥിക്കും, ഇവിടെ വന്ന് ജനം പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ ആത്മാവുള്ള സ്ഥലത്ത് വന്ന് ജനം പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുക്കണം. ഒന്നാമത്തെ പ്രാർത്ഥന എന്തായിരിക്കും? 2 ദിനവൃത്താന്തം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ജനം വരുമ്പോൾ ഒന്നാമതായിട്ട് അവർക്കൊരു പ്രാർത്ഥനാ വിഷയം ശലോമോൻ സങ്കല്പിച്ച് പറയുകയാണ്. ദൈവമേ, ജനം വരും, ജനം വന്നിട്ട് പ്രാർത്ഥിക്കും. എന്താണ് ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം? എന്തായിരിക്കും? ദൈവത്തിന് സ്തോത്രം. അവിടെ ഓർപ്പിക്കുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, മനുഷ്യർ തമ്മിലുള്ള ഭിന്നതയൊന്ന് മാറണം, കുടുംബത്തിലെ ഭിന്നതയൊന്ന് മാറണം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കമൊന്ന് മാറണം, ജനം കൂടി വരുന്നിടത്ത് ഭിന്നതയൊന്ന് മാറണം. കർത്താവെ, ഭിന്നതയൊന്ന് മാറണം.
അതിനുവേണ്ടി വരുന്ന ജനം പ്രാർത്ഥിക്കും. ദൈവമക്കളെ, ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾ ഭിന്നത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങളുടെ കുടുംബത്തിലെ പിണക്കം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ അപ്പനും നിങ്ങളുടെ മക്കളും സഹോദരങ്ങളും തമ്മിൽ ഭിന്നത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? കൂട്ടായ്മയിൽ ഭിന്നത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് ഭിന്നത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? സൊലൊമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഭിന്നത മാറാൻ വേണ്ടി ജനം വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കണം. ഇന്നയാൾ തെറ്റുകാരൻ, ഇന്നയാൾ ശരിയെന്ന് പറയുന്നതല്ല. അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി കിട്ടണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഭിന്നത മാറുന്നിടത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരായി കടന്നു വന്ന സഹോദരീ സഹോദരന്മാരെ, ഒരുമിച്ച് മനസ്സോടെ കടന്നു വന്നവൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭിന്നത മാറ്റത രംഗത്താണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തില് ഭിന്നതയ്ക്കുള്ള പരിഹാരം എന്താണെന്നറിയാവോ? ഓരോരുത്തരും അവനവൻ്റെ പാപം മനസ്സിലാക്കുക, അവനവൻ്റെ തെറ്റ് മനസ്സിലാക്കുക, അവനവനെ തിരുത്താനുള്ളത് മനസ്സിലാക്കുക. അത് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവാണ് ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. മകനെ, നിനക്ക് തെറ്റുണ്ട്, നിന്റെ സംസാരത്തിൽ തെറ്റുണ്ട്, നിന്റെ പെരുമാറ്റത്തിൽ തെറ്റുണ്ട്. മകളെ, നിനക്ക് തെറ്റുണ്ട്, നിന്റെ മനസ്സിൽ തെറ്റുണ്ട്, നിന്റെ പ്രവൃത്തിയിൽ തെറ്റുണ്ട്, നിന്റെ ഇടപെടലുകളിൽ തെറ്റുണ്ട്. ഈ ബോധമാണ് വരുത്തേണ്ടത്. അതാണ് ശലോമോൻ പ്രാർത്ഥിച്ചത്. ദൈവമേ, ജനം കടന്നു വന്ന് പ്രാർത്ഥിക്കും, ഭിന്നത ഒന്ന് മാറ്റിക്കൊടുക്കണമേ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭിന്നത മാറും, നിങ്ങളുടെ കുടുംബത്തിലെ ഭിന്നത മാറും, നിങ്ങളുടെ ദേശത്തെ ഭിന്നത മാറും, നിങ്ങളുടെ അനൈക്യം മാറും, നിങ്ങൾക്ക് ഐക്യം വരും, നിങ്ങൾക്ക് അടുപ്പം വരും, നിങ്ങൾക്ക് വിശ്വാസം വരും, നിങ്ങൾക്ക് അഭിവൃദ്ധി വരും. നിങ്ങളുടെ കുടുംബത്തിലെ യുദ്ധം മാറും, അവിടെ സമാധാനം വരും, അവിടെ അഭിവൃദ്ധിയും ഐശ്വര്യം വരും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, കാരണം ഭിന്നത മാറ്റുന്ന ദൈവത്തിൻ്റെ ആത്മാവിടെ പ്രവർത്തിക്കണമെന്നാണ് ശലോമോൻ എന്ന് പ്രാർത്ഥിച്ചത്. അത് തന്നെയാണ് ഇന്നും നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഇന്ന് ഭിന്നത മാറണം, ഇന്ന് വഴക്ക് മാറണം, ഇന്ന് പിണക്കം മാറണം, ഇന്ന് നീരസം മാറണം, ഇന്ന് അനൈക്യം മാറണം. ഞങ്ങൾക്കൊരു മനസ്സ് വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നിനക്ക് തരുവാൻ മനസ്സുള്ളവനിവിടെയുണ്ട്, നിന്റെ പ്രാർത്ഥന കേൾക്കുന്നവനിവിടെയുണ്ട്. ഇന്ന് ഭിന്നത മാറട്ടെ, ഇന്ന് അനൈക്യം മാറട്ടെ, ഇന്ന് ഇഷ്ടക്കുറവുകൾ മാറട്ടെ, ഇന്ന് മുൻവിധികൾ മാറട്ടെ. ഓരോരുത്തർക്കും അവരവരുടേതായ പാപത്തെക്കുറിച്ച് ബോധം വരട്ടെ. എനിക്ക് തിരുത്താനുണ്ടെന്ന് നീയും പറ സഹോദര, എനിക്ക് തിരുത്താനുണ്ടെന്ന് സഹോദരി നീയും പറ. എനിക്ക് തിരുത്താനുണ്ട്, എനിക്ക് തിരുത്താനുണ്ട്, എനിക്ക് മാറ്റം വരുത്താനുണ്ട്. അവിടെയാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനം ഓരോ ഹൃദയത്തിലുമാണ് നടക്കുന്നത്. ഭർത്താവിന്റെ ഹൃദയത്തിൽ മാത്രമല്ല, ഭാര്യയുടെ ഹൃദയത്തിലും ഭർത്താവിന്റെ ഹൃദയത്തിലും ഓരോരുത്തരുടെ ഹൃദയത്തിലുമാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നത്. അന്നവിടെ നടക്കട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കുക. ഞാനും എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന യോഗത്തിന് പോയിട്ട് വേണ്ട ഇനി നന്നാകാനെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു മണ്ടൻ, എന്തൊരു മരമണ്ടൻ. എനിക്ക് അറിവുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് അറിവുണ്ടായിരുന്നു, കുറേയൊക്കെ അറിവുണ്ടായിരുന്നു, പക്ഷേ ഒരു കഴിവുണ്ടായിരുന്നില്ല. സ്നേഹിക്കാൻ കഴിവില്ല, പ്രാർത്ഥിക്കാൻ കഴിവില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിവില്ല, ദൈവമക്കളെ അനുദപിക്കാൻ കഴിവില്ല, കരയാൻ കഴിവില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവേദനയെ, നിനക്ക് അറിവുണ്ട്, നിനക്ക് കഴിവുണ്ടോ? നിനക്ക് സ്നേഹിക്കാൻ കഴിവുണ്ടോ? നിനക്ക് അനുദപിക്കാൻ കഴിവുണ്ടോ? നിനക്ക് ഏറ്റുപറയാൻ കഴിവുണ്ടോ? നിനക്ക് ബലഹീനത അംഗീകരിക്കാൻ കഴിവുണ്ടോ? പ്രിയപ്പെട്ടവരെ, ശലോമോൻ പറഞ്ഞു, ദൈവമേ, രണ്ടാമത് ഒരു കാര്യം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ജനം വരും. എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നത്? ദൈവമേ, അവർ തോറ്റുപോയവരാണ്, അവർ പാപം ചെയ്തതുകൊണ്ട് അവർ തോറ്റുപോയി എന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ ഇവിടെ വരുന്ന പ്രാർത്ഥിക്കും. ദൈവമേ, നീ അവരുടെ പ്രാർത്ഥന കേൾക്കണം, നീ അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവർക്ക് ജയം കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇത് തോറ്റുപോയവർക്ക് വരാനുള്ള സ്ഥലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ തോറ്റുപോയവർക്ക് വരാനുള്ള സ്ഥലമാണ്. തോറ്റുപോയ കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള സ്ഥലമാണ്. പരീക്ഷയിൽ തോറ്റുപോയ കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള സ്ഥലമാണ്. സമർപ്പണത്തിൽ തോറ്റുപോയവർക്ക് വരാനുള്ള സ്ഥലമാണ്. പെരുമാറ്റത്തിൽ തോറ്റുപോയവർക്ക് വരാനുള്ള സ്ഥലം. തോറ്റവരെ, നിങ്ങൾ വരൂ. അതാണ് ശലോമോൻ പ്രാർത്ഥിച്ചത്. ദൈവമേ, തോറ്റവരിവിടെ വരും, തോറ്റുപോയവർ വരും. ജീവിതത്തിൽ തോറ്റുപോയി, എല്ലാത്തിലും തോറ്റുപോയി, കുടുംബ ജീവിതത്തിലും തോറ്റുപോയി, മക്കളെ വളർത്തുന്നതിലും തോറ്റുപോയി, ബിസിനസ് നടത്തുന്നതിലും തോറ്റുപോയി, ജോലിയിലും തോറ്റുപോയി, എല്ലാത്തിലും തോറ്റുപോയി. കർത്താവേ, ജയിച്ചതിലൊന്നുമില്ല. എല്ലാത്തിലും തോറ്റ മരവണ്ടന്മാരാണ് വന്നിരിക്കുന്നത്. ഇസ്രായേൽ പരീക്ഷയെ നീ ഭയപ്പെടേണ്ട. പുഴുവായ യാക്കോബ്, ഇസ്രായേൽ പരീക്ഷയെ നീ ഭയപ്പെടേണ്ട.
ബലഹീന ജാതികളെ നിങ്ങൾ ഭയപ്പെടേണ്ട, ബലഹീനതയുള്ള ജനമേ നിങ്ങൾ ഭയപ്പെടേണ്ട, യാക്കോബേ ഇസ്രായേൽ പരീക്ഷയെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ താങ്ങും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ പിടിക്കും. ദൈവമക്കളെ, തോറ്റവരാണ് വന്നിരിക്കുന്നത്. എൻ്റെ എത്രയോ കുഞ്ഞുങ്ങൾ, തോറ്റ കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന സ്ഥലമാണ് ഇവിടെ. നിങ്ങൾ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ജയിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബുദ്ധി ഷാർപ്പാകും. നടത്തുവാൻ പരിശുദ്ധാത്മാവുണ്ട്, പോറ്റുവാൻ യേശുണ്ട്. അവൻ ജയിപ്പിക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അവൻ്റെ അധികാരത്തിന് കീഴിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അവൻ്റെ അരുമകരത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ ജീവിതത്തിൽ തോറ്റുപോയ ദൈവത്തിലെ നിന്നെ ജയിപ്പിക്കാൻ യേശുണ്ട്. തോറ്റവർക്ക് വരാനുള്ള സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ തോറ്റവരെ എല്ലാം വിളിച്ചുകൊണ്ട് വന്നോട്ടോ. തോറ്റവരെ എല്ലാം നിങ്ങൾ വിളിച്ചുകൊണ്ട് വരൂ. കാരണം ഇവിടെ ജയിപ്പിക്കാൻ ഒരുവനുണ്ട്. ഇവിടെ ഒരു ജയാളിയുണ്ട്. ഹല്ലേലൂയ. കുരിശിൽ മരിച്ചവൻ ജയാളിയാണ്. ഇവിടെ ഒരു ജയാളി വരുന്നുണ്ട്. ഈ ജയാളിയാണ് ജയിപ്പിക്കുന്നത്. അത് യേശുവാണ് ജയാളി. അവനാണ് നിങ്ങളെ ജയിപ്പിക്കുന്നത്. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, ഇത് തോറ്റവർക്ക് വരാനുള്ള സ്ഥലമാണ്. അവർക്ക് പാപബോധം കിട്ടുന്ന സ്ഥലമാണ്. എന്താണ് പാപം എന്നറിയാത്ത വലിയൊരു കൂട്ടം ജനം. ആമോസിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പറഞ്ഞു, യാക്കോബിന്റെ കേടിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. യാക്കോബിന്റെ കേടിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. തലമുറയുടെ കേടിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ദൈവമക്കളെ, മക്കൾ, തലമുറ, അതിൻ്റെ കേടിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പ്രായമായ അപ്പനും അമ്മയും ചിന്തിക്കുന്നില്ല. പ്രായമായവർ ചിന്തിക്കുന്നില്ല. കുടുംബം നടത്തുന്നവർ ചിന്തിക്കുന്നില്ല. തലമുറയുടെ കേടിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. തലമുറയുടെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മക്കളുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്തേ ചിന്തിക്കുന്നില്ല. ദൈവമക്കളെ, മക്കൾ അവരുടേതായ രീതിയിൽ നടക്കുന്നു. മക്കൾ നടക്കുന്നു, അവർക്ക് അറിവില്ല. പിശാചിന്റെ പണിപ്പരയായി മനുഷ്യഹൃദയങ്ങൾ മാറുന്ന ആ പ്രായത്തിൽ, യൗവനകാലത്ത് തലമുറയുടെ കേടിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ദൈവമക്കളെ, അവരവരുടെ ഇഷ്ടം പോലെ അപ്പനും അമ്മയും വീട്ടിൽ സംസാരിക്കുന്നു, പെരുമാറുന്നു, മർദ്ദിക്കുന്നു, കള്ളു കുടിക്കുന്നു, ആഭാസതരം വീട്ടിൽ നടക്കുന്നു, മരുമകളെ വഷളാക്കുന്നു. ഏതെല്ലാം തരത്തിലുള്ള തിന്മകളാണ് ഭവനത്തിൽ നടക്കുന്നത്. തലമുറയുടെ കേടിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ആമോസിന്റെ പുസ്തകം തന്നെ 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയും, പാറപ്പുറത്ത് കന്നാലിയെ പൂട്ടി ഉഴാവോ എന്ന് ചോദിക്കും. പാറയുടെ പുറത്ത് കന്നാലിയെ പൂട്ടി ഉഴാവോ? അവിടെ കടലിൽ കന്നാലിയെ പൂട്ടാവോ എന്ന് ഇംഗ്ലീഷ് വേദപുസ്തകം വായിച്ചാൽ കാണാം. സമുദ്രത്തിൽ കൊണ്ടുപോയി കന്നാലിയെ പൂട്ടാൻ പറ്റുമോ? സാധിക്കുകയില്ല. അതുപോലെ തന്നെ പാപം ചെയ്തവന് ന്യായവിധി മാറി കിട്ടുകയില്ല. ഏറ്റുപറയാതെ ന്യായവിധി മാറുകയില്ല. പാറപ്പുറത്ത് കന്നാലിയെ പൂട്ടി ഉഴാൻ പറ്റുകയില്ല. സമുദ്രത്തിൽ കന്നാലിയെ പൂട്ടി ഉഴാൻ പറ്റുകയില്ല. അതുപോലെ പാപിയായ സഹോദര, നിന്റെ പാപത്തെ നീ ഏറ്റുപറയാതെ നിനക്ക് ന്യായവിധി മാറി കിട്ടുകയില്ല. നീ ന്യായം വിധിക്കുന്നവനാണെങ്കിൽ നിന്നെയും ദൈവം ന്യായം വിധിക്കും. നീ മറ്റൊരാളെ വിധിക്കുന്നവനാണെങ്കിൽ ദൈവം നിന്നെയും ന്യായം വിധിക്കും. നീ മറ്റൊരാളെ കുറ്റം വിധിക്കുന്നവനാണെങ്കിൽ ദൈവം നിന്നെയും കുറ്റം വിധിക്കും. 6-ാം അധ്യായം 13-ാം വാക്യം പറയും. 6-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. ആമോസിന്റെ പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. നിങ്ങൾ മിഥ്യാവസ്തുവിൽ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താ മിഥ്യാവസ്തു? നിങ്ങൾക്ക് അവിടെ വായിച്ചാൽ കാണാം. ഞാൻ വഴിപാട് കഴിക്കുന്നുണ്ട്, ഞാൻ നേർച്ച കഴിക്കുന്നുണ്ട്, ഞാൻ അവിടെ തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്, ഞാൻ അവിടെ പ്രാർത്ഥനായോഗത്തിന് പോകുന്നുണ്ട്. കുറേ മിഥ്യാധാരണകളുണ്ട്. കുറേ ചടങ്ങുകളും ആചാരത്തെക്കുറിച്ചുള്ളതായ ഒരു തോന്നലുകളൊക്കെ ഉണ്ട്. ഞാൻ വഴിപാട് കൊടുക്കുന്നുണ്ട്, ഞാൻ കൂട്ടായ്മയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ദൈവം എൻ്റെ കാര്യം നോക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇല്ല സഹോദര. നിന്റെ കാര്യം ശരിയാകണമെങ്കിൽ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ തിരുത്താനുള്ളത് നീ തിരുത്താൻ തയ്യാറാകണം. നീ ഏറ്റുപറയാൻ തയ്യാറാകണം. നീ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. നീ മുന്നോട്ട് കടന്നു വരണം. നീ ആത്മാർത്ഥമായി മുന്നോട്ട് വരണം. നീ പുറയിലിരുന്നാൽ നടന്നാവില്ല. നീ മുന്നോട്ട് വരണം. ഞാൻ യേശുവിൻ്റെ പക്ഷത്താണെന്ന് നീ നിന്റെ വാക്കിലും പ്രവൃത്തിയിലൂടെ തെളിയിച്ചു കൊടുക്കണം. നീ യേശുവിന്റെ അധികാരത്തിന്റെ കീഴിലാണോ, സാത്താന്റെ അധികാരത്തിന്റെ കീഴിലാണോ? ദൈവമക്കളെ, സാത്താന്റെ അധികാരം നമുക്ക് ആദ്യം വായിക്കാം. എന്താണ് സാത്താന്റെ അധികാരം? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 5-6 വാക്യം വായിച്ചു നോക്കാം. എന്താണ് സാത്താനുള്ള അധികാരം? എന്താണ്? പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. സാത്താൻ പറയുകയാണ്, ലോകത്തെ സകല ജാതിയെയും സകല രാജ്യങ്ങളെയും സകല മഹത്വക്കളെയും സകല പണവും സകല പ്രതാപവും സകലവും എല്ലാം എൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ്. ആ അധികാരം മുഴുവനും നിനക്ക് തരാം. അധികാരം, സാത്താൻ്റെ അധികാരം. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെയാണ് സാത്താൻ്റെ അധികാരം? പണം, പ്രതാപം, പദവി എന്ന് വേണ്ട ലോകത്തിലെ അത്യുന്നതമായ സ്ഥാനങ്ങൾ, ആദരവുകൾ, മനുഷ്യരുടെ മുമ്പിലുള്ളതായ ബഹുമാനം, മനുഷ്യരുടെ ആദരവുകൾ, മനുഷ്യരുടെ മാനം, ഇതെല്ലാം സാത്താൻ്റെ അധികാരത്തിലുള്ളതാണ്. അത് സാത്താൻ തരും. പണം സാത്താൻ തരും, പദവി സാത്താൻ തരും, കസേര സാത്താൻ തരും, പൊങ്ങച്ചം സാത്താൻ തരും, പദവികൾ സാത്താൻ തരും, തൻ്റെ ഇണം സാത്താൻ തരും, ആരോഗ്യം സാത്താൻ തരും, കഴിവുകൾ സാത്താൻ തരും, പ്രസംഗം സാത്താൻ തരും. ഇതെല്ലാം തരാനുള്ള കഴിവ് സാത്താനുണ്ട്. സാത്താൻ്റെ അധികാരം. യേശുവിൻ്റെ അധികാരം എന്താണ്? വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം വായിച്ചു നോക്കാം. 10-ാം അധ്യായം 17, 18, 19 വാക്യം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. 10-ാം അധ്യായം 17, 18, 19 വാക്യം വായിച്ചു നോക്കാം. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. അധികാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിന്റെ അധികാരം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞു, 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞു, ആകാശത്തിലും ഭൂമിയിലും സർവ്വാധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏതധികാരത്തിന്റെ കീഴിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? ആരുടെ അധികാരത്തിലാണ് നിങ്ങൾ മാനിക്കുന്നത്? സാത്താന്റെ അധികാരത്തിന്റെ കീഴിലോ അതോ ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലോ? സാത്താന്റെ അധികാരത്തിന്റെ കീഴിലാണെങ്കിൽ പണമാണ് നിങ്ങളുടെ വിഷയം, പ്രതാപമാണ് നിങ്ങളുടെ വിഷയം, സ്ഥാനമാണ് നിങ്ങളുടെ വിഷയം, പദവിയാണ് നിങ്ങളുടെ വിഷയം, എന്നെ എല്ലാവരും മാനിക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ വിഷയം, ഞാൻ പറയുന്ന അഭിപ്രായത്തിന് വിലയുണ്ടാകണമെന്നുള്ളതാണ് നിങ്ങളുടെ വിഷയം. അവിടെ സാത്താന്റെ അധികാരത്തിന്റെ കീഴിലാണെങ്കിൽ അവന്റെ വിചാരം അതൊക്കെയായിരിക്കും. എന്നെ എല്ലാവരും സ്നേഹിക്കണം, ഞാൻ പറയുന്നതിന് വിലയുണ്ടാകണം, ഞാൻ പറയുന്നതിന് വില കൊടുക്കണം, ഞാനാണ് എല്ലാം ചെയ്യുന്നത്. അതാണ് സാത്താന്റെ അധികാരം. യേശുവിന്റെ അധികാരം എന്താണ് പ്രിയപ്പെട്ടവരെ? യേശുവിന്റെ അധികാരം എന്താണ്? ജീവനെ കൊടുക്കാനും അതിനെ തിരിച്ചെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. എന്താണ് അധികാരം? ഞാൻ സ്വർഗത്തിൽ ജീവിച്ചിരിക്കേണ്ടതിന് വേണ്ടി അവന്റെ ജീവനെ കൊടുക്കാൻ യേശുക്രിസ്തുവിന് അധികാരമുണ്ട്. ഭാവിയായി എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ച് കൊടുക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. ആ അധികാരമാണ് കർത്താവായ യേശു കാൽവരിയിൽ പ്രയോഗിച്ചത്. അവൻ ഉപയോഗിച്ചത് ആ അധികാരമാണ് പ്രിയപ്പെട്ടവരെ. അന്ന് വരെയും ദൈവത്തിന് സ്തോത്രം. സാത്താന്റെ അധികാരം ഞാനിങ്ങനെ ധ്യാനിക്കാറുണ്ട്. ഓരോരുത്തരും ദൈവമക്കളെ മരിക്കുമ്പോൾ നല്ല റീത്തൊക്കെ ശവപ്പെട്ടിയുടെ മുകളിൽ വെക്കും. നല്ല റീത്തൊക്കെ ശവപ്പെട്ടിയുടെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. എന്നാൽ സാത്താൻ അവസാനം കടന്നു വന്നിട്ട് ആ ശവപ്പെട്ടിയുടെ മീതെ ഒരു റിബൺ കെട്ടും. സാത്താൻ, ഞാൻ സങ്കല്പിച്ച് പറയുകയാണ്, ഒരു റിബൺ കെട്ടും. ആ റിബണിൽ സാത്താൻ എഴുതും, ഇവന്റെ സമാധാനകാലം തീർന്നു, ഇവന്റെ സന്തോഷകാലം തീർന്നു, ഇവൻ ഇനി ഭാവിയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വലത്ത് ഭാഗത്തെ കള്ളന്റെ ശവപ്പെട്ടിയിലും ആ റിബൺ സാത്താൻ കെട്ടാൻ ശ്രമിച്ചു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മൃതശരീരത്തിൻ്റെ മുകളിലും ആ റിബൺ സാത്താൻ കെട്ടാൻ നോക്കി. പക്ഷേ കെട്ടാൻ പറ്റിയില്ല. അവൻ കല്ലറകളെ തകർത്തവൻ, അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രിയ ദൈവവേദലേ, നിനക്ക് ഭാവിയില്ല എന്ന് പറയുന്ന ആ പിശാചിൻ്റെ ആ കെട്ടുകളെ പൊട്ടിക്കുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്ക് ഭാവിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേരിവിടെ ഇരിക്കുന്നുണ്ട്, എത്ര കുഞ്ഞുങ്ങളിരിക്കുന്നുണ്ട്, എത്ര ഭാര്യമാരിന്ന് കരയുന്നുണ്ട്, എത്ര അമ്മമാരിന്ന് കരയുന്നുണ്ട്. എനിക്ക് ഭാവിയില്ല, എൻ്റെ കുഞ്ഞിനും ഭാവിയില്ല, എൻ്റെ കുടുംബത്തിനും ഭാവിയില്ല എന്ന്. ദൈവമക്കളെ, പിശാചിൻ്റെ ആ കെട്ടുകളെ പൊട്ടിക്കുവാനാണ് കർത്താവായ യേശു കാൽവരിയിൽ ജീവൻ വെച്ചത്. അവൻ ജീവൻ വെച്ചപ്പോൾ ദൈവമക്കളെ, ആദാമിന്റെ കാലം മുതൽ ഇന്ന് വരെ മിശിഹായുടെ കാലം വരെ ആ കെട്ടിയ റിബണെല്ലാം പൊട്ടിച്ചുകൊണ്ട് മനുഷ്യന് ഭാവി തരാൻ വേണ്ടി യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. അവനാണ് ഭാവിയുടെ വാഗ്ദാനം. അവൻ നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ കുഞ്ഞേ, നിനക്ക് ഭാവിയുണ്ട്, നിനക്ക് ഉയർച്ചയുണ്ട്, നിനക്ക് വളർച്ചയുണ്ട്, നിനക്ക് ഇനിയും ഉയരാം. ഇനിയും സന്തോഷത്തിന്റെ കാലങ്ങളുണ്ട്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നന്ദിയോടെ എൻ്റെ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കാൻ കഴിവുണ്ടോ
ഓർക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. കരുണയുടെ കർത്താവ് തൻ്റെ പെസഹായുടെ രാത്രി, താൻ ഈ ഭൂമിയിൽ ജീവിച്ച അവസാനത്തെ രാത്രി, കർത്താവ് ഹൃദയത്തിൽ ഒരു കാര്യം ചെയ്തു എന്ന് യോഹന്നാന്റെ സുവിശേഷം പറയും. അവൻ സ്നേഹിച്ചവരെ അവസാനത്തോളം സ്നേഹിച്ചു. സ്നേഹിച്ചവരെ അവസാനത്തോളം സ്നേഹിച്ചു. നാം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? 25 വയസ്സിൽ സ്നേഹിക്കുന്നവരെ നമുക്ക് 50-ാമത്തെ വയസ്സിൽ അവരോട് സ്നേഹമില്ല. നമ്മുടെ സ്നേഹമോ കുറഞ്ഞു പോകും. എന്നാൽ യേശു സ്നേഹിച്ചവരെ അവസാനത്തോളം സ്നേഹിച്ചു. അവസാനത്തോളം സ്നേഹിച്ചു. സ്നേഹിച്ചു തുടങ്ങിയവരെ അവസാനത്തോളം സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒന്ന് സ്നേഹിക്കാനുള്ള കൊതി ആഗ്രഹമുണ്ടോ? എനിക്ക് അവസാനത്തോളം സ്നേഹിക്കണം. ഞാൻ സ്നേഹിച്ചവരെ എനിക്ക് മരണത്തോളം സ്നേഹിക്കണം. എൻ്റെ കുടുംബത്തിലുള്ളവരെ എനിക്ക് മരണത്തോളം സ്നേഹിക്കണം. എൻ്റെ ഭാര്യയെ എനിക്ക് മരണത്തോളം സ്നേഹിക്കണം. എൻ്റെ ഭർത്താവിനെ എനിക്ക് മരണത്തോളം സ്നേഹിക്കണം. എന്നെ നടത്തുന്നവരെ എനിക്ക് മരണത്തോളം സ്നേഹിക്കണം. ആഗ്രഹം ആർക്കുണ്ട് പ്രിയപ്പെട്ടവരെ? സ്നേഹിക്കാൻ കഴിവ് തരുന്നവനായ ഒരു യേശുവുണ്ട്. പത്രോസ് അപ്പോസ്തലൻ യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ തലയും കൂടി ഒന്ന് കഴുകാവോ? എൻ്റെ തലയും കൂടി ഒന്ന് കഴുകാവോ? എൻ്റെ തലയും കൂടി ഒന്ന് കഴുകാവോ? ഞാനും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ തല നിറയെ ദീനമാണ്, നിറയെ ചിന്തകളാണ്, നിറയെ ആകുലങ്ങളാണ്, നിറയെ ആശങ്കകളാണ്, നിറയെ പരാജയ ഭീതികളാണ്. ഈ തലയും കൂടി ഒന്ന് കഴുകാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, നിങ്ങൾക്കൊന്ന് അപേക്ഷിക്കാവോ? കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാവോ? കർത്താവേ, എൻ്റെ ഈ തലയും കൂടി ഒന്ന് കഴുകാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തോറ്റുപോയവനാണ് കർത്താവേ, ഈ തലയും കൂടി ഒന്ന് കഴുകാവോ? ഈ ചിന്തകളെ ഒന്ന് കഴുകാവോ? ഈ പരാജയം ഒന്ന് കഴുകാവോ? ഈ രോഗമെല്ലാം ഒന്ന് കഴുകാവോ? എൻ്റെ കുടുംബത്തെ ഒന്ന് കഴുകാവോ? എൻ്റെ മക്കളെ ഒന്ന് കഴുകാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ഭാവിയെ ഒന്ന് കഴുകാവോ? കർത്താവേ, ഒന്ന് കഴുകിത്തരാമോ? കരങ്ങളെ താഴ്ത്തിയിട്ട് ദൈവനാമം മുഖത്ത് പെടുന്നു.